ഒരു കടുത്ത ഇടിവെട്ടി മഴയുള്ള ഒരു രാത്രി സാൻ ഫ്രാൻസിസ്കോയിലെ തെരുവുകളിലൂടെ താൻ വീട്ടിലേക്ക് വാങ്ങിയ സാധനങ്ങളും ഒരു കയ്യിലും മറുകൈയിൽ കുടയും പിടിച്ച് ഒരു യുവാവ് തൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. വീട്ടിലെത്തി വാങ്ങിയ സാധനങ്ങളും മറ്റും തൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് തൻ്റെ സഹോദരിയോടൊപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് അവൻ തങ്ങളുടെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. മിമി, അവൻ ഉറക്കെ വിളിച്ചു. പക്ഷേ തിരിച്ച് പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 വട്ടം വിളിച്ചിട്ടും റൂമിൽ നിന്നും പ്രത്യേകിച്ച് അനക്കമൊന്നും കാണാതെ ഇരുന്ന അവൻ മിമിയുടെ റൂമിൻ്റെ വാതിലിൽ മുട്ടി. മിമി, നീ എന്ത് ചെയ്യുകയാണ്? അമ്മയെ ഞാനും എത്ര നേരമായി വിളിക്കുന്നു. അപ്പോഴും തിരിച്ച് പ്രതികരണമില്ല. അങ്ങനെ ഒടുവിൽ അവൻ ആ വാതിൽ ചവിട്ടി തുറന്നു. അകത്തേക്ക് കയറുമ്പോഴും കാണുന്ന കാഴ്ച, മൂക്കിൽ നിന്നും രക്തം വാർന്നൊഴുകി. തൻ്റെ ടേബിളിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് ചലനമില്ലാതെ കിടക്കുന്ന മിമിയെയാണ്. മിമി തല വെച്ച് കിടന്ന ടേബിളിനരികിൽ തൻ്റെ സഹോദരി ഉപയോഗിച്ചു കൊണ്ടിരുന്ന മയക്കുമരുന്നുകളും അവൻ കാണുന്നു. ജനിച്ചു വളർന്നത് ഹോങ്കോങ്ങിൽ ആണെങ്കിൽ കൂടിയും സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള പറിച്ചു നടലിന് പോലും കാരണം തൻ്റെ സഹോദരിയുടെ ഈ കടുത്ത ഡ്രഗ് അഡിക്ഷനാണ്. ആൻഡ് ഇതേ വിപത്ത് ഇന്ന് തൻ്റെ സഹോദരിയുടെ പ്രാണനെടുത്തിരിക്കുന്നു. അവിടെ നിന്ന് ഈ വിഷത്തെ, ഈ സാമൂഹിക വിപത്തിനെ ഇല്ലാതെയാക്കാൻ വെയ് ഷൻ എന്ന ചെറുപ്പക്കാരൻ ശപഥമെടുത്തിറങ്ങിത്തിരിക്കുന്നു. തൻ്റെ സഹോദരിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം സണ്ണോണി എന്ന ട്രയാഡ് ഗ്രൂപ്പാണെന്നും അതിനെ ഉന്മൂലനം ചെയ്യണമെന്നും അവൻ കരുതുന്നു. ആൻഡ് ദാറ്റ്സ് വെയർ ദിസ് എപ്പിക് ഗെയിം വാസ് ബോൺ. ആൻഡ് ഇങ്ങനൊരു വീഡിയോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ സ്വന്തം പയ്യൻ. വെൽക്കം ബാക്ക് ടു ട്രിപ്പിൾ എ ഗെയിമിംഗ്, where we don't die, we always just respawn. നിങ്ങൾ ഒരിക്കലെങ്കിലും സ്ലീപ്പിംഗ് ഡോഗ്സ് കളിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇൻട്രോയിൽ കേട്ട ആ കഥ ഗെയിമിലില്ലല്ലോ എന്ന് ചിന്തിച്ച് കാണുമല്ലേ? അതെ, അത് ഗെയിമിലില്ല. എങ്കിലും ഗെയിമിൻ്റെ പല ഭാഗങ്ങളിലായി ഇതേപ്പറ്റി ഈ ഗെയിമിലെ നായകനായ വെയ്ഷൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് നമുക്ക് കാണാം. And that's the depth this game has. Yes, കിക്കിടിലം സ്റ്റോറി, കിളി പാറിക്കുന്ന brutal combats. This game was literally a John Wick before John Wick was released. അതെ, but with a twist. ജാക്കി ചാനെ എടുത്ത് നിങ്ങൾ GTA 5 പോലൊരു ടെറൈനിൽ പ്ലേസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതായിരുന്നു ഈ ഗെയിം. ഷൂട്ടൗട്ട്സിനേക്കാൾ ഇതിൽ രസം എന്തായിരുന്നറിയോ? മെലി കോമ്പാറ്റ്സ്, ബ്രൂട്ടൽ മാൻ ടു മാൻ മെലി കോമ്പാറ്റ്സ്, ആ സ്റ്റണ്ട് പാർക്കൗട്ട്സ്, റിയലിസം എല്ലാം കൊണ്ടും വിഷയം ഗെയിം. അതായിരുന്നു സ്ലീപ്പിംഗ് ഡോഗ്സ്. ഇന്ന് നമ്മുടെ എപ്പിസോഡ് ഓഫ് ഒരു ഗെയിം കഥ പറയട്ടേയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇസ് ഓഫ് സ്ലീപ്പിംഗ് ഡോഗ്സ്. ഇത്രയും അടിപൊളി ഗെയിം ആയിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇതിന് കിട്ടേണ്ടിയിരുന്ന റെക്കഗ്നിഷൻ ഒന്നും കിട്ടാതെ പോയത്? How was it created? How did it perform? And why did one of the most underrated open world games of all time simply disappear? സ്ലീപ്പിംഗ് ഡോഗ്സിൻ്റെ ആരംഭഘട്ടത്തിൽ ഇതിൻ്റെ പേര് സ്ലീപ്പിംഗ് ഡോഗ്സ് എന്നായിരുന്നില്ല, പകരം ട്രൂ ക്രൈം ഹോങ്കോങ് എന്നായിരുന്നു. ആൻഡ് ഓൾസോ ഇത് ആക്ടിവിഷൻ്റെ ട്രൂ ക്രൈം സീരീസിൻ്റെ ഒരു സീക്വലായിട്ട് ഇറക്കാനായിരുന്നു ആദ്യത്തെ സ്റ്റേജിൽ ഇവരുടെ പ്ലാൻ. ആൻഡ് ഗെസ് വാട്ട് ഗൈസ്, ദി ഐഡിയ വാസ് ക്വൈറ്റ് അംബീഷ്യസ്. ഒരു ഹോങ്കോങ് ഓപ്പൺ വേൾഡ് ആൻഡ് മറ്റ് ഓപ്പൺ വേൾഡ് ഗെയിംസിലെല്ലാം വേറെ രീതിയിലുള്ള കോമ്പാറ്റ്സിൽ ശ്രദ്ധ കൊടുക്കുമ്പം they were focusing more on hand-to-hand combats and an undercover cop inside the mafia. എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ പ്രശ്നം ആക്ടിവിഷന് ഇതൊന്നും കേട്ടിട്ട് ഒത്തില്ല. അങ്ങനെ 2011 ഇത്രയും വർഷത്തെ ഡെവലപ്മെൻറ്റ് ഫേസ് ഒക്കെ കഴിഞ്ഞിട്ട് കൂടി ആക്ടിവിഷൻ ഈ പ്രൊജക്റ്റ് മുഴുവനായിട്ട് ക്യാൻസൽ ചെയ്തു. അതും എനിക്ക് തോന്നുന്നു ജസ്റ്റ് മന്ത്സ് ബിഫോർ ദ റിലീസ്. ഫോർ മോസ്റ്റ് സ്റ്റുഡിയോസ് ദിസ് വുഡ് ഹാവ് ബീൻ ദി എൻഡ്. പക്ഷേ അവിടെ മറ്റൊന്ന് സംഭവിച്ചു. സ്ക്വയർ എനിക്സ് സ്ലീപ്പിംഗ് ഡോഗ്സിന് രക്ഷകനായി രംഗപ്രവേശം നടത്തി. അങ്ങനെ കാട്ടുതീ പടർന്നു. സ്ക്വയർ എനിക്സ് ഈ ഗെയിമിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, മുഴുവനായിട്ട് ഈ ഗെയിമിനെ അങ്ങ് ബൈ ഔട്ട് ചെയ്തു. ആൻഡ് ഈ ട്രൂ ക്രൈമിൻ്റെ ബ്രാൻഡിങ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തങ്ങ് മാറ്റി ആൻഡ് ഗേവ് ഇറ്റ് എ ന്യൂ ഐഡൻറ്റിറ്റി. ആൻഡ് ദെയർ ബോൺ ഇപ്പോഴത്തെ സ്ലീപ്പിംഗ് ഡോഗ്സ്. സെയിം ഗെയിം, സെയിം വേൾഡ്, സെയിം സ്റ്റോറി, ജസ്റ്റ് നോ ഫേമസ് ഫ്രാഞ്ചൈസി നെയിം.
ഇത് രണ്ട് രീതിയിൽ ഗെയിമിനെ ബാധിച്ചു. നല്ല രീതിയിൽ ബാധിച്ചത് വാസ് ബൈ ഡെവലപ്പേഴ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു ക്രിയേറ്റീവ് ഫ്രീഡം കിട്ടി. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ആക്ടിവിഷൻ പോലൊരു കമ്പനി തഴഞ്ഞു എന്നുള്ളത് കൊണ്ട് മാർക്കറ്റിൽ ഓൾറെഡി അതൊരു റെഡ് മാർക്ക് ഉണ്ടാക്കി. ആൻഡ് ഓൾസോ ഒരു ഹ്യൂജ് മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജും അവർക്ക് നഷ്ടമായി. കാരണം സ്ലീപ്പിംഗ് ഡോഗ്സ് റിലീസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ വേൾഡ് ഗെയിംസ് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് അടക്കി വാഴിരുന്ന GTA ഫ്രാഞ്ചൈസ് കണക്കുള്ള ഒരു മാർക്കറ്റിലേക്കാണ്. ആൻഡ് ദാറ്റ് വുഡ് മാറ്റർ മോർ ദാൻ എനിവൺ റിയലൈസ്ഡ്. പക്ഷെ സാധനം കത്തി. 2012 സ്ലീപ്പിംഗ് ഡോഗ്സ് ഇറങ്ങിയപ്പോൾ ക്രിട്ടിക്സിൻ്റെയും പ്ലെയേഴ്സിൻ്റെയും കിളി പോയി. കാര്യം ഏതൊരു ഓപ്പൺ വേൾഡ് ഗെയിം ഇറങ്ങുന്നു എന്ന് പറയുമ്പോഴും ദ ഫസ്റ്റ് തിങ് എല്ലാവരും ചെയ്യുന്നത് ഈസ് കമ്പയറിങ് ഇറ്റ് വിത്ത് GTA. പക്ഷേ ഇവിടെ അതല്ലാരും സംഭവിച്ചത്. This wasn't a GTA clone. This game had things much more to offer. ഞാൻ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞ പോലെ ബ്രൂട്ടൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ്സ്, പിന്നെ എൻവയോൺമെൻറ്റൽ ടേക്ക് ഡൗൺസ്. അത് നൈസായിരുന്നു. ഗ്രാപ്പിൾ ചെയ്തിട്ട് ചുറ്റുമുള്ള എന്തെങ്കിലും വച്ച് അലക്കും. പിന്നെ കഥ, സീരിയസ് അണ്ടർ കവർ കോപ്പ് നറേറ്റീവ്, പിന്നെ റിയലിസം. അത് പറയാതിരിക്കണത് മോശമാണ്. ഒരു പക്ക റിയലിസ്റ്റിക് ആയിരുന്നു. ഈവൻ വോയിസ് ആക്ടിങ്ങും അറ്റ്മോസ്ഫിയർ ഉൾപ്പെടെ ഈ ഗെയിമിന് മാരക ഡെപ്തായിരുന്നു. കാര്യം നമ്മൾ മറ്റേ മഫ്തിയിലെ പോലീസാണേലും ഗുണ്ടകളുടെ ഇരിപ്പും നടപ്പും കെടപ്പും ഒക്കെ കണ്ടങ്ങ് പഠിക്കാനാണല്ലോ നമ്മൾ ഈ ഹോങ്കോങ്ങിലെ അന്തേരി തെരുവിൽ പോയി താമസിച്ചത്. എന്നിട്ട് ചെക്കൻ ഓഫീസിന്റെ കതകം ചവിട്ടി തുറന്ന് വർമ്മ സാറിന്റെ തലേ തോക്കം വെച്ചിട്ട് 2-3 ഡയലോഗ് ഉണ്ട്, പട്ടപ്പട്ടേ എന്ന്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അത് വിട്, നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അതെ, ഗുണ്ടകൾ. നമ്മൾ ഇതിനകത്ത് ഗ്യാങ്ങിൻ്റെ ഒരു ഭാഗമാവുമ്പോൾ ഉണ്ടല്ലോ, വി പ്ലെയേഴ്സ് നമുക്ക് തന്നെ ഒരു കുത്തൽ വരും. നമ്മൾ ഈ പാവപ്പെട്ട ഗുണ്ടകളെയാണല്ലോ ചതിക്കുന്നേ എന്ന്. ഇതിൽ വെഡ്ഡിങ് എന്ന് പറഞ്ഞൊരു മിഷനുണ്ട്. കടുപ്പാണ് അതൊക്കെ. കാരണം ഭയങ്കരമായിട്ട് നമുക്ക് കണക്റ്റ് ആവുന്ന സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഗെയിം. പക്ഷേ ഇവരുടെ പ്രശ്നം വന്നത് എവിടെയെന്ന് വെച്ചാൽ ആക്ച്വലി സ്ക്വയർ എനിക്സ് ഇത് ടേക്ക് ഓവർ ചെയ്തപ്പോൾ അതിമാരക എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ആസ് ഇൻ ബിസിനസ്സിൽ ആൻഡ് മോശമല്ലാത്ത രീതിയിൽ ഗെയിം പെർഫോം ചെയ്യുകയും ചെയ്ത്. പക്ഷേ അവർ സ്വപ്നം കണ്ടത് GTA 5 കിട്ടിയ പോലൊരു സെയിലാണ്. സ്ലീപ്പിംഗ് ഡോഗ്സ് ഓവർ ടൈം 1.75 മില്യൺ കോപ്പീസ് വിറ്റഴിച്ചിട്ടുണ്ട്. ബട്ട് കമ്പയർഡ് ടു GTA 5 അതൊരു നമ്പറേ അല്ല. ക്രിട്ടിക്സിനും പ്ലെയേഴ്സിനും എല്ലാം ഗെയിം ഭയങ്കര വർക്കായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം സ്ക്വയർ എനിക്സിന് അവർ കണ്ട കോർപ്പറേറ്റ് മലത്തിയുടെ സ്വപ്നം വെച്ച് നോക്കുമ്പോൾ ഗെയിം ഭയങ്കര അണ്ടർ പെർഫോമിങ്ങും ആയിരുന്നു. ഓൾസോ പേഴ്സണൽ അഭിപ്രായമാണ്, ഇതിൻ്റെ ഈ ഗ്രാഫിക് ഡിസൈൻ ഉണ്ടല്ലോ, എന്തൊരു അഴുക്ക ഡിസൈൻ അല്ലേ. ഇത്ര സെറ്റപ്പ് ഗെയിമാണെന്ന് കണ്ടാൽ പറയുമോ? ആൻഡ് ഇതിനൊരു സീക്വലും പ്ലാനിലുണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യം. പക്ഷേ നല്ലോണം പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഗെയിം മേടിച്ച് ഇതുണ്ടാക്കാൻ ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ട് ഇതിന് അവരുദ്ദേശിച്ച പോലൊരു സെയിൽ കിട്ടാഞ്ഞപ്പം സ്ലീപ്പിംഗ് ഡോഗ്സ് 2 ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്നതിന് മുന്നേ സ്ക്വയർ എനിക്സ് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? 2016 യുണൈറ്റഡ് ഫ്രണ്ട് അങ്ങ് അടച്ചു പൂട്ടി. ആൻഡ് ദേ വെയർ ദ സ്റ്റുഡിയോ ബിഹൈൻഡ് സ്ലീപ്പിംഗ് ഡോഗ്സ്. ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ദ ഫ്യൂച്ചർ ഡൈഡ്. നോ സീക്വൽ, നോ കണ്ടിന്യൂവേഷൻ, നോ ക്ലോഷർ. എന്നിട്ട് സ്ക്വയർ എനിക്സ് എന്ത് ചെയ്ത് GTA ഓൺലൈനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ IP റിവൈവ് ചെയ്ത് ഇതിനെ ട്രയാഡ് വാർസ് എന്ന് പറഞ്ഞ ഒരു ഫ്രീ ടു പ്ലേ ഓൺലൈൻ ഗെയിം ആക്കി അങ്ങ് മാറ്റി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ സ്റ്റോറി ലൈൻ അത്യാവശ്യം അടിപൊളി ആയിരുന്നുകൊണ്ടാണ് നമുക്ക് ഈ ഗെയിമിലൊരു കണക്റ്റ് കിട്ടിയത്. അതില്ലാതായപ്പം സാധനം കയ്യിൽ നിന്ന് പോയി. ഈ ഓൺലൈൻ വേർഷനിൽ ഇവർ ഈ ഒരു സ്ട്രോങ് സ്റ്റോറി ടെല്ലിങ്ങും സിംഗിൾ പ്ലെയർ ഫോക്കസും നായകനായിട്ട് വേഷനിനെ വരെ അങ്ങ് റിമൂവ് ചെയ്തു. ആൻഡ് ശരിക്കും പ്ലെയേഴ്സ് ഹേറ്റഡ് ഇറ്റ് ടു ദ കോർ. അതിൻ്റെ ഫുൾ റിലീസിന് മുന്നേ തന്നെ ഈ പ്രൊജക്റ്റ് അങ്ങ് ക്യാൻസലായി. അതുകൂടി ആയപ്പം അങ്ങ് പെട്ടിയിലെ അവസാനത്തെ ആണിയായിട്ട് അങ്ങ് അടിച്ച്. ശരിക്കും പറഞ്ഞാൽ അതൊരു അടിപൊളി ഗെയിമാണ്. കാരണം ഭയങ്കര ഗിമ്മിക്സ് ഒന്നും വേണ്ട. ഇങ്ങനത്തെ നല്ല ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയും വെറൈറ്റി ആയിട്ടുള്ള കോമ്പാറ്റും ഒക്കെ കൊണ്ടുവന്നാൽ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ ഒരു ഗെയിമായിരുന്നു. എനിക്ക് തോന്നുന്നു GTA 5 ശകലമെങ്കിലും കോമ്പറ്റീഷൻ കൊടുത്തത് ഇതായിരിക്കും. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ കട്ടയ്ക്ക് ആ രീതിയിലല്ല, ബട്ട് സ്റ്റിൽ ബോത്ത് ഓഫ് ദം വെർ ഗുഡ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ സ്ലീപ്പിംഗ് ഡോഗ്സ് ഡിഡ്ന്റ് ഡൈ ബിക്കോസ് ഇറ്റ് വാസ് ബാഡ്. ഇറ്റ് ഡൈഡ് ബിക്കോസ് അതിൻ്റെ ഒറിജിനൽ പബ്ലിഷറിനെ അതിന് നഷ്ടമായി. ആ ബ്രാൻഡ് റെക്കഗ്നിഷൻ കയ്യിൽ നിന്ന് പോയി. പിന്നീട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ്.
ഇതൊക്കെ കൊണ്ട് ഇന്നും സ്ലീപ്പിംഗ് ഡോഗ്സ് ഇസ് റിമെമ്പേർഡ് ആസ് വൺ ഓഫ് ദി ബെസ്റ്റ് അണ്ടർ റേറ്റഡ് ഓപ്പൺ വേൾഡ് ഗെയിംസ് എവർ മെയ്ഡ്. അത് വെറും ആ സമയത്ത് ഈ ഗെയിം കളിച്ചതിൻ്റെ ഓർമ്മകൾ കൊണ്ട് മാത്രമൊന്നുമല്ല, ബട്ട് ബിക്കോസ് അന്ന് നമ്മളിത് ആദ്യമായിട്ട് കളിച്ചപ്പം ചോദിച്ച അതേ ചോദ്യം ഇപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട്. വാട്ട് ഇഫ് സ്ലീപ്പിംഗ് ഡോഗ്സ് ഗോട്ട് ദ സീക്വൽ ഇറ്റ് ഡിസേർവ്ഡ്? പറഞ്ഞിട്ട് കാര്യമില്ല, ചിലരുടെയൊക്കെ വിധി എങ്ങനെയാണല്ലേ. സം ഗെയിംസ് എൻഡ്, സം ഫ്രാഞ്ചൈസീസ് ഫെയ്ഡ്, and some sleep forever. So we are not gonna sleep forever because നമ്മൾ അങ്ങനെ ഇങ്ങനെ ചാവൂലല്ലോ. We are gamers. We just respawn.